ഏവർക്കും സർക്കിൾസ് എന്ന അധ്യായത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ആംഗിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ആംഗിൾസ് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നമുക്ക് ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, A, B, C എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് എങ്കിൽ കോൺ OAC പ്ലസ് കോൺ ABC സമം 90 ഡിഗ്രി എന്ന് വിളിക്കും. In the picture, O is the center of the circle and A, B, C are the points on it. Prove that angle OAC plus angle ABC equal to 90 degree. Okay, നമുക്ക് നോക്കാം. ഒരു വൃത്തം എയും ബിയും സിയും ആ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. O എന്നുള്ള വൃത്തത്തിന്റെ സർക്കിളിലെ സെന്റർ. OAC എന്ന ഈ ആംഗിൾ ആണ്. ഇതും ABC എന്ന് പറഞ്ഞ ആംഗിൾ ബി. ഇത് രണ്ടും ഈ ചെറുതും ഇത് മുഴുവനും കൂട്ടിയാൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ ആദ്യം ചെയ്യാൻ സ്റ്റെപ്പ് OC യോജിപ്പിക്കുക. OC എന്നുള്ള റേഡിയസിൽ ആരം യോജിപ്പിക്കുക. OC വരച്ചു. ഈ ട്രയാങ്കിളിന്റെ എന്താ? ത്രികോണത്തിന്റെ എന്താ? AOC. ത്രികോണം AOC-യിലേക്ക് നോക്കാം. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. ത്രികോണം AOC. ഓക്കെ, ഈ ത്രികോണത്തിൽ നോക്കും. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 90 ആണ് കിട്ടുന്നത് അല്ലെ? ഈ ത്രികോണത്തിൽ OA തന്നെയല്ലേ OC? രണ്ടും ആരങ്ങളാണ് അല്ലെ? റേഡിയസ് ആണ്, തുല്യമാണ്. OA ഈക്വൽ ടു OC ആണല്ലോ. OA ഈക്വൽ ടു OC ഇൻ ട്രയാങ്കിൾ OAC അല്ലെങ്കിൽ ത്രികോണം AOC. ഓക്കെ, OA ഈക്വൽ ടു OC അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് സമപാർശ്വ ത്രികോണമായി, ഐസോസിസ് ട്രയാങ്കിൾ. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും അല്ലെ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാവും. ഈ വശത്തിന്റെ എതിർക്കോൺ ഇത്, ഇതിന് എതിർക്കോൺ അത്. അപ്പൊ ഈ കോണും ഈ കോണും തുല്യമാവില്ലേ? നമുക്ക് ഇതിന് X ഇത് കൊടുക്കും. അപ്പൊ ഇതും X ആയിരിക്കും. ഓക്കെ, ഇത് X കൊടുക്കുക. അപ്പൊ ഇതും X. ഏതൊക്കെ X? ആംഗിൾ OAC ഈക്വൽ ടു X. അങ്ങനെയാണെങ്കിൽ ആംഗിൾ OCA ഈക്വൽ ടു X. OAC X ആണെങ്കിൽ OCA എന്തായിരിക്കും? X ആയിരിക്കും. ഓക്കെ, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടി എത്ര കിട്ടാം? 1, 2, 3. 3 കോണുകളുടെ എത്ര വരിക? 180 ഡിഗ്രി അല്ലേ? ഈ രണ്ട് കോണുകൾ കൂട്ടി എത്രയായി? Xും Xും കൂട്ടിയ 2X. അപ്പൊ ഇത് എത്ര ഉണ്ടാവും? ഇതും 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 കൂട്ടിയാൽ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ് 180. ഏതൊക്കെയാണ് ആംഗിളാണ്? OAC-യും ആംഗിൾ OCA-യും ഇതും ഇതും. ഇതിന് വരുന്ന AOC അല്ലെ? AOC-യും കൂട്ടി എത്രയാണ്? 180 ഡിഗ്രി. ശരിയല്ലേ? ഇതും X ആണ്, ഇതും X ആണ്. അപ്പൊ 2 X കൊടുക്കാം. X പ്ലസ് ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി. Xും Xും നമുക്ക് എന്ത് ചെയ്താൽ 2X അല്ലേ? 2X പ്ലസ് ആംഗിൾ AOC ഈക്വൽ ടു 180 ഡിഗ്രി. 2X പ്ലസ് AOC ഈക്വൽ ടു 180. ഇനി 2X ആകുന്നു. Therefore angle AOC equal to 180 minus 2X. ഈ ആംഗിൾ കിട്ടി 180 മൈനസ് 2X അല്ലേ? ഇത് 180 മൈനസ് 2X. ഈ സെന്റർ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ പ്രത്യേകത എന്താ? ഇവിടെ കണ്ട ഒരു ചാപം AC എന്ന ചാപം കണ്ടോ? ആർക്ക് കണ്ടോ? അതിന്റെ സെൻട്രൽ ആംഗിൾ ആണത്. കേന്ദ്രകോണാണ് 180 മൈനസ് 2X അല്ലെ? കേന്ദ്രകോണിന്റെ പകുതിയല്ലേ ഇത് ഉണ്ടാവുക? നമ്മൾ പഠിച്ചില്ലേ? ഒരു സർക്കിളിന്റെ ഒരു ആർക്കൊരു ചാപം സെൻട്രൽ ആംഗിൾ എത്രയാണോ ഇതിന്റെ പകുതിയായിരിക്കും മറുഭാഗത്തേക്ക് ഉണ്ടാകുക. AC എന്ന ആർക്കിലേക്ക് നോക്കാം. എൻ പോയിന്റ് ആണ് എയും സിയും. ഇവന് സെൻട്രലിലേക്ക് വെച്ചാൽ കിട്ടുന്ന ആംഗിൾ ഈ സെൻട്രൽ ആംഗിൾ 180 മൈനസ് 2X ആണ് എങ്കിൽ അല്ലെ? ആണല്ലോ കിട്ടില്ല. ഇത് 180 മൈനസ് 2X ആണ്. അപ്പൊ എത്രയാണ്? 180 മൈനസ് 2Xന്റെ പകുതി അല്ലെ? ഏതാ? ആംഗിൾ ബി അല്ലെങ്കിൽ ABC. ഇതിനെ ബി എന്ന് പറയാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ABC. അപ്പൊ ആംഗിൾ ABC ഈക്വൽ ടു
180 മൈനസ് 2x ന്റെ മൊത്തം പകുതി അല്ല ഈ ബൈ 2 രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കും ആകെ 180 മൈനസ് 2x ന് ബൈ 2 ആകുമ്പോൾ ഇതിനും ബൈ 2 ഇതിനും ബൈ 2 ഈക്വൽ ടു 180 ബൈ 2 എത്രയാ 90 മൈനസ് 2x ബൈ 2 രണ്ടും കട്ട് ചെയ്തൊക്കെ x 90 മൈനസ് x അപ്പൊ ഈ ആംഗിൾ എത്രയാണ് 90 മൈനസ് x നമുക്ക് ഈ രണ്ട് ആംഗിളും കൂട്ടിയ 90 നമുക്ക് വേണ്ടി ഏതൊക്കെയാണ് ഇതും ഇതും കൂട്ടി എത്രയാണോ 90 ആവും തുടങ്ങണേ OAC plus ABC equal to 90 ആവല്ലേ OAC plus ABC equal to OAC ക്ക് പകരം കൊടുക്കുക x ABC ക്ക് പകരം 90 minus x ഇതാണ് ABC ഇത് OAC ഈ x ഉം minus x ഉം വിട്ടെന്ന് കിട്ടും 90 ഡിഗ്രി അപ്പൊ OAC plus ABC equal to 90 ഡിഗ്രി ഓക്കേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചിത്രത്തിൽ AB, CD എന്നിവ പരസ്പരം ലംബമായ ഞാണുകളാണ്. APC, BQD എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകുമെന്ന് തെളിയിക്കും. In the picture, AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. So, AB എന്ന ഒരു ഞാൻ ഒരു കോഡ്, CD ഒരു ഞാനാണ് കോഡാണ്. എങ്ങനെയുള്ള കോഡുകളാണ് ഞാനുകളാണ്? പരസ്പരം ലംബമായ പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രി ഉണ്ടാക്കുന്നത് നമ്മുടെ 90 എടുത്തൊക്കെ 90 ഉണ്ടോ? നമുക്ക് സർക്കിള് വെച്ചിട്ട് ഇങ്ങനെ വരക്കാമായിരുന്നു. ഇത് 90 അല്ല, 90കളല്ല, ഇത് രണ്ട് കോഡുകളാണ്, ഞാണുകളാണ്, പരസ്പരം ലംബമല്ല. ലംബമായ ഞാണുകളാണ് ഈ വരച്ചിട്ടുള്ളത്. ഇവിടെ പി കൊടുക്കും, ഈ APC എന്ന് പറഞ്ഞോ, അങ്ങനെ BQD അല്ലെങ്കിൽ BQB കടാ. രണ്ടു ഞാണുകൾ വരച്ചാൽ 4 ചാപങ്ങളായി കൂടി അല്ലെ, 4 ആർക്ക്. ഇവിടെ ഒരു ആർക്കുണ്ട്, 2, 3, 4. ഈ ആർക്കും ആ ആർക്കും ഈ 2 ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ ഈ വൃത്തത്തിന്റെ പകുതിയാകും എന്നാണ് തെളിയിക്കുന്നത്. 1, 2, 3, 4 വൃത്തത്തിന്റെ 4 കഷ്ണങ്ങളല്ലേ. ഇത് അരികൊണ്ട് ഇവിടം വരെ ഒരു കഷ്ണം, ഇത് 2, ഇത് 3, ഇത് 4. ഇതും അതും ചേർത്ത് വെച്ചാൽ പകുതി കിട്ടും. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ പകുതി നോക്കാം. ഇവിടുന്ന് ഇവിടം വരെ ചേർന്ന ആവുന്നതിന് പകുതിയാവും ഇല്ല. ഇത് രണ്ടും ചേർത്താലോ, ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ വരെ അത് പകുതിയിലാറുണ്ടാവും അല്ലേ. ഇത് രണ്ടും ചേർന്നാലോ, ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇത്രയും ഉണ്ടാവും, പകുതിയിലാറുണ്ടാവും. ഇത് രണ്ടും ചേർന്നാലോ പകുതി ഉണ്ടാവില്ല അല്ലെ. ഇത് രണ്ടും ചേർന്നാൽ ആ വൃത്തത്തിന്റെ പകുതി കിട്ടും എന്നാണ് തെളിയിക്കുന്നത്. ഇത് രണ്ടും പകുതി ആകുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മറ്റേ പകുതി ആകുമല്ലോ അല്ലെ. ഓക്കെ, നമുക്ക് ഈ 2 ചാപങ്ങളും ആർക്കുള്ളിൽ ചേർത്താൽ വൃത്തത്തിന്റെ പകുതിയാകും എന്നാണ് തെളിയിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. നമുക്ക് അതിന്റെ മുമ്പ് ഒരു വൃത്തത്തിന്റെ പ്രത്യേകത, വൃത്തത്തിന്റെ പകുതിന്റെ പ്രത്യേകത. ഒരു സർക്കിളാണ്, അതിന്റെ കേന്ദ്രം സെന്റർ അല്ലെ. ഇവിടെ എന്താണ് ആംഗിൾ മൊത്തം കൂട്ടി നമുക്കറിയാം 360 ഡിഗ്രി. നമ്മൾ എങ്ങനെ വരച്ചു? ഈ ആംഗിളും കൂട്ടിയ 360 ആണ്, 360 ആണ്. ഇത് വ്യാസം ഡയമീറ്റർ ആയതുകൊണ്ട് ഇത് രണ്ടും സെമി സർക്കിൾസ് ആണ്, അർദ്ധവൃത്തങ്ങളാണ്. അത് ഒരു അർദ്ധവൃത്തം എടുക്കുക, സെമി സർക്കിൾ. ഈ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ഇവിടുന്ന് ഞാൻ കുറെ ആംഗിൾസ് വെച്ചു, 1, 2, 3, 4 ആംഗിൾ അല്ലെ. ഇത് ഓരോന്നും എത്ര ഡിഗ്രിയാന്ന് അറിയില്ലെങ്കിലും ഇത് ഒക്കെ കൂട്ടിയാൽ നമുക്കറിയാം എത്ര കിട്ടാം, 180 ഡിഗ്രി. ഒരു സർക്കിള് സെന്റർ, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇത്, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ.
ഈ രണ്ട് സെൻട്രൽ ആംഗിളിന്റെ സം എത്ര നമുക്കറിയാം 360 ഡിഗ്രി അല്ലെ. ഇതിങ്ങനെ പോയി ഒരു ഒടിവുണ്ട്. ഇത് വ്യാസമല്ല, ഡയമീറ്റർ അല്ല, അതുകൊണ്ട് ഇത് സെമി സർക്കിൾ അല്ല, അർദ്ധവൃത്തമല്ല. അതുകൊണ്ട് ഇത് 180 ഡിഗ്രിയിൽ കൂടുതലോ കുറവായിരിക്കും. ഇത് കുറവായിരിക്കും അല്ലെ. ഇവിടെയുള്ള ഈ കഷ്ണമായിരുന്നു വലുത്, ഇവിടെ 180 കൂടും, 180 കുറയും. അർദ്ധവൃത്തമായിരുന്നെങ്കിൽ രണ്ട് ആംഗിളും, കേരളത്തിൽ രണ്ട് ആംഗിളും 180 ഡിഗ്രിയോ. അർദ്ധവൃത്തം അല്ലെങ്കിൽ ഒന്ന് വലുതാവും ഒന്ന് ചെറുതാവും അല്ലെ. ഇതിങ്ങനെ ഒരു ഒടിവുണ്ടാകട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലാണ്, നിങ്ങൾക്ക് കുറവ്. ഈ കോണും ഇവിടെ ഉള്ള കോണും കൂട്ടിയാൽ 360 ആയിരുന്നു. ഇത് പകുതിയും പകുതി പോലെ, അത് പകുതിയിൽ കുറവ്, പകുതിയിൽ കൂടുതലായിരുന്നു. അപ്പോ ഇത് ഡയമീറ്റർ വ്യാസമല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് കൂട്ടിയാൽ ഇത്രയും കിട്ടുള്ളൂ, 180 കുറവായിരുന്നു. വ്യാസമായിരുന്നു, അർദ്ധവൃത്തമായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരുന്നു. ഇങ്ങനെ അർദ്ധവൃത്തം ഇത് മൊത്തം 180 ആണ്. അതിലെത്ര എണ്ണമായി നമ്മൾ മുറിച്ചാലും ഓരോ കോണും എത്ര എന്നറിയില്ല എന്നുള്ളൂ. 1 2 3 4 5 6 എത്ര ആക്കി. ഇത് ഓരോന്നും എത്ര ഡിഗ്രി ആണ്, പക്ഷെ ഇതൊക്കെ കൂട്ടി എത്രയാണ് 180 ഡിഗ്രി. അപ്പോ വ്യാസം ഡയമീറ്റർ ഇവിടുന്ന് ഉണ്ടാകുന്ന ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ഇത് ഡയമീറ്റർ അല്ലാതെ വരികയാണെങ്കിൽ, അത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ 180 ഡിഗ്രി കുറവായി അല്ലെ. ഇനി ഇത് തിരിച്ചു പറയാം. ഇത് ഡയമീറ്റർ ആണ്. ഇതിനെങ്ങനെ മുറിച്ചു 1 2 3 4 കഷ്ണങ്ങളാക്കി. ഇത് കൂട്ടിയാല് 180 ഡിഗ്രിയാണ് ഡയമീറ്റർ. ഇവിടെ ഉള്ള ഒരാൾക്ക് കണ്ട ചാപം, രണ്ടാമത്തെ ചാപം, മൂന്നാമത്തെ ചാപം, നാലാമത്തെ ചാപം. ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഇത് മാത്രം. ഒന്നാമത്തെ രണ്ടാമത്തെ ചാപത്തിന്റെ കേന്ദ്രകോൺ ഇതാണ്. മൂന്നാമത്തിന്റെ കേന്ദ്രകോൺ, നാലാമത്തിന്റെ കേന്ദ്രകോൺ. ഈ 4 ചാപങ്ങളുടെയും കേന്ദ്രകോണുകളാണ് ഈ 4. ഇത് ഓരോന്നും എത്ര ഡിഗ്രി ആണെന്നറിയില്ല, പക്ഷെ ഈ 4 കൂടി ചേർന്നാൽ ഒരു അർദ്ധവൃത്തമാകുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഈ 4 കൂടി ചേർന്നാൽ എന്താകും 180 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിലെ ചാപങ്ങളുടെ കഷ്ണങ്ങൾ എത്രയാകും? ഒരു അർദ്ധവൃത്തത്തിന് ഒരു സെമി സർക്കിൾ, ഇതിനെ കുറച്ച് കഷ്ണങ്ങളാക്കും. ഇതും 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 4 കഷ്ണങ്ങളാണ്. ഇതിന്റെ കേന്ദ്രകോണും ഇതിന്റെ കേന്ദ്രകോണും ഇതിന്റെ കേന്ദ്രകോണും ഇതിന്റെ കേന്ദ്രകോണും കൂട്ടി എത്ര കിട്ടുക? 180 ഡിഗ്രി അല്ലെ. അപ്പോ ഈ കോണുകളുടെ തുക 180 ആണ്. ഓരോന്നും എത്രയെന്ന് അറിയാം. ഈ ചാപത്തിന്റെ കേന്ദ്രകോണും ഇതിന്റെ കേന്ദ്രകോണും ഇതിന്റെ കേന്ദ്രകോണും 4 കേന്ദ്രകോണുകൾ തുക 180 ഡിഗ്രി. ഓക്കെ, ഇതാണോ ഒരു സർക്കിളില് 2 ആരങ്ങൾ റേഡിയസ് വെച്ചിട്ട്. ഇത് ഡയമീറ്റർ വ്യാസമല്ല, അതുകൊണ്ട് ഇത് വലുതും മറ്റൊരു ചെറുതാണ് അല്ലെ. ഈ കഷ്ണം ചെറുതാണ്. അപ്പൊ ഈ കോണം കൂട്ടിയാൽ ഇത് അർദ്ധവൃത്തമാവണമെങ്കിൽ ഈ വര എങ്ങനെ നീട്ടിയാൽ മതിയെന്ന്. ഇത്ര ഇതില്ലായിരുന്നു എങ്കിൽ അർദ്ധവൃത്തം 180 ആവും. ഇത് അർദ്ധവൃത്തത്തിനേക്കാൾ കുറച്ച് കൂടുതലാണല്ലോ, അർദ്ധവൃത്തത്തിനേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ. അങ്ങനെ ഈ 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണത്. ഈ ചാപങ്ങളുടെ 4 ആർക്കിലെ സെൻട്രൽ ആംഗിളിന്റെ സമ്മിൽ 180 ഡിഗ്രിയിൽ കൂടുതലാണ് എങ്കിൽ ഇത് സെമി സർക്കിൾ ആവില്ല, അർദ്ധവൃത്തമാവും. അർദ്ധവൃത്തത്തിനേക്കാൾ കുറച്ച് കൂടുതൽ. ഇത് കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ട് എങ്കിൽ ആ ചാപങ്ങൾ ചേർന്നാൽ നമുക്ക് അർദ്ധവൃത്തമാവും. ഇത് കൂട്ടിയാൽ 180 ഡിഗ്രി കുറവാണെങ്കിൽ അവർ ചേർന്നാൽ അർദ്ധവൃത്തത്തിനേക്കാൾ കുറവാണ്. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഈ APC എന്ന ആർക്കും BQD എന്ന ആർക്കും ചേർന്നാൽ വൃത്തത്തിന്റെ പകുതിയാകുമെന്നാണ് തെളിയിക്കുന്നത്. ആ 2 ആർക്കുകൾ വൃത്തത്തിന്റെ പകുതിയാണെങ്കിൽ കുറച്ച് ആർക്കുകൾക്ക് വൃത്തത്തിന്റെ പകുതി എത്ര? 2 3 എത്രയോ ആർക്കുകൾക്ക് വൃത്തത്തിന്റെ പകുതി ആവാൻ കഴിയണമെങ്കിൽ ആ ആർക്കുകളുടെയൊക്കെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിളിന്റെ തുക 180 ഡിഗ്രി ആയിരിക്കണം. 180 ഡിഗ്രി ആയിരിക്കണം. 180 കൂടുതലാണെങ്കിലും 180 കുറവാണെങ്കിലും അത് അർദ്ധവൃത്തമാവില്ല, സെമി സർക്കിൾ ആവും. സെമി സർക്കിൾ വലുതാവും അല്ലെങ്കിൽ സെമി സർക്കിളിനേക്കാൾ ചെറുതാവും.
ഈ ചാപവും ആ ചാപവും ചേർത്താൽ വൃത്തത്തിന്റെ പകുതിയാകും എന്നാണ് തെളിയിക്കുന്നത്. അപ്പൊ ഈ ചാപത്തിന്റെ അത്ര പോകുന്ന കഷ്ണങ്ങളാ, പിന്നെ ആ ചാപല്ലേ കുറച്ച് വലുതില്ലേ, ഇത് രണ്ടും ചേർന്നാൽ വൃത്തത്തിന്റെ പകുതി തെളിയിക്കണം. അത് രണ്ടും ചേർത്ത് വെച്ച് നോക്കി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിന്റെ കേന്ദ്രകോണം എടുക്കുക, അതിന്റെ കേന്ദ്രകോണം കൂട്ടുക. കൂട്ടിയിട്ട് 180 ഡിഗ്രി ആണോ എങ്കിൽ സെമി സർക്കിൾ ആവും. 180 കൂടുതലോ കുറവാണെങ്കിൽ എന്താ പറയുക, സെമി സർക്കിൾ ആവില്ല, അർത്ഥമാകും. ഓക്കെ. അപ്പോ ഈ ചാപത്തിന്റെ കേന്ദ്രം ഇതല്ല, സർക്കിളിന്റെ സെന്റർ പടല്ല, സർക്കിളിന്റെ സെന്റർ പടതാണ് സർക്കിളിന്റെ സെന്റർ. ഇതിന്റെ കേന്ദ്രകോണം അതിന്റെ കേന്ദ്രകോണം കൂട്ടിയാൽ 180 കിട്ടിയാൽ നമുക്ക് പറയാം. ഓക്കെ. ഇവിടുന്ന് ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരക്കണം. APCയുടെ കേന്ദ്രകോണം ഇവിടുന്ന് ഇങ്ങനെ വരക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കണേ. ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഈ കാണുന്നത് അല്ലെ, കണ്ടോ? എത്ര നമുക്കറിയാം. തൽക്കാലം ഇതിന് 2x ഉണ്ട്. ഓക്കെ. ആ ചാപത്തിന്റെ കേന്ദ്രകോണം ഇവിടുന്നും സെന്ററിലേക്ക് വരക്കണം. ആ ചാപത്തിന്റെ കേന്ദ്രം നമുക്ക് തൽക്കാലം 2y കൊടുക്കും. ഓക്കെ. A ഇവിടെ കൊടുക്കുക. AOC ഈക്വൽ ടു 2x. ആംഗിൾ AOC നെ 2x ആയി എടുക്കുക. പിന്നെ എന്താ, BOD എന്ന സെന്റർ ആംഗിൾ BOD ഈക്വൽ ടു 2y. നമുക്ക് തെളിയിക്കേണ്ടത് ഇത് രണ്ടും കൂട്ടിയാൽ ഈ സെൻട്രൽ ആംഗിളും ആ സെൻട്രൽ ആംഗിളും കൂട്ടിയാൽ ആ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളും ആർക്കിന്റെ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആവും. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 2x ആണ്, അതിന്റെ 2y ആണ്. ഇത് രണ്ടും കൂട്ടി എത്ര ആവണം, 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ആ ചാപവും ഈ ചാപവും ചേർത്താൽ ഒരു വൃത്തത്തിന്റെ പകുതിയാവും, സെമി സർക്കിൾ ആവും. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇതും കൂട്ടിയാൽ 180 ആയാലും. ഓക്കെ. തുടങ്ങാം. നോക്കിയോ, ഒരു വൃത്തം ഇതിന്റെ ഇവിടെ കൊടുത്തുകൂടെ വീഴും. AB എന്നാണ് സെൻട്രൽ ആംഗിൾ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര, 100 കൊടുക്കാം. ഇവിടുന്നും മറുഭാഗത്തേക്ക് മറുചാപത്തിലേക്ക് ആൾട്ടർനേറ്റിലേക്ക് വെച്ചെടുക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി എത്രയായിരിക്കും? 50 ഡിഗ്രി. അത് ഇവിടേക്ക് മാത്രമല്ല, ഇവിടേക്ക് വരച്ചാലും 50, ഇങ്ങനെ വരച്ചാലും 50, ഇങ്ങനെ വരച്ചാലും 50. എവിടേക്കൊക്കെ 50 ആകാം? ഇവിടെ നിന്നും തുടങ്ങി ഇവിടെ അവസാനിക്കണം, അല്ലെങ്കിൽ അവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കണം. ഈ ഭാഗത്ത് ആൾട്ടർനേറ്റീവ് എവിടെയും തട്ടാം. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നാൽ എത്ര, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നാൽ എത്ര ഉണ്ടാകുക? ഇതിന്റെ പകുതി. സർക്കിള് ഇത് 120 ആണ് എങ്കിൽ ഇവിടുന്ന് വരിക, ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ വന്നാൽ അതിന്റെ പകുതി 60, ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ 60. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. APC എന്ന ചാപം, ഇതിന്റെ സെൻട്രൽ ആംഗിളാണ് 2x. ഇതിന്റെ കേന്ദ്രകോൺ 100 ആണെങ്കിൽ അതിന്റെ 100ന്റെ പകുതി 50 ഉണ്ടാവും മറുഭാഗത്തിലെ. അതെങ്ങനെ വരിക? ഈ ചാപത്തിന്റെ ഇതിന്റെ ശരിക്കും ശ്രദ്ധിക്കണം, കേന്ദ്രത്തിലുണ്ടാകുന്ന കോണാണ് ഈ കാണുന്ന സെന്റൻസ്. ഇതിന്റെ ആൾട്ടർനേറ്റ്, ഇതിന്റെ മറുചാപ ഏത് വരാം? ഇതല്ലാത്ത മുഴുവൻ ഇത്രയും ഉണ്ടാവും അല്ലെ. ഈ 2xന്റെ പകുതിയാണ് അപ്പുറത്ത് സംഭവിക്കുക. എത്ര 2xന്റെ പകുതി? x. ഇവിടുന്ന് തുടങ്ങുക, ആൾട്ടർനേറ്റീവ് തട്ടുക, മറുചാപ തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇതിന്റെ പകുതി 2x, 2xന്റെ പകുതി x. ഇവിടുന്ന് തുടങ്ങുക, ഇവിടെ തട്ടി ഈ ഭാഗത്തെ എവിടെയും തട്ടാം, തട്ടി ഇങ്ങോട്ട് വന്നാൽ എത്ര ഉണ്ടാവും? x. ഇവിടുന്ന് തുടങ്ങുക, തട്ടി ഇവിടെ എത്തിയാൽ x. ഇത് അതുപോലെയാണ് തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങുക, തട്ടിയിട്ട് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങുക, തട്ടിയിട്ട് ഇങ്ങോട്ട്. തുടക്കം അവസാനമാണ്. ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്, ഇതിന്റെ അവസാനിക്കുകയാണ്. ഇതിന്റെ കേന്ദ്രകോണ് 2x ആണ്. ഇവിടുന്ന് തുടങ്ങി ഈ ഭാഗത്തല്ലാത്തോട് തട്ടിയാൽ മതി. ഞാൻ ഇതിലൂടെ അങ്ങനെ പോയി, തട്ടില്ലേ, ആൾറേറ്റ് തട്ടില്ലേ, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് ഇങ്ങനെ
ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് തുടങ്ങി ആർഡർ തട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ 2x പകുതി നോക്കണം എത്ര? x. ഇത് 2x അല്ലേ? AOC ഈക്വൽ ടു ആംഗിൾ AOC ഈക്വൽ ടു 2x ആണ്. therefore ഇത് വേണ്ട ADC എത്രയില്ല? ആംഗിൾ ADC ഈക്വൽ ടു 2x പകുതി എത്ര ഉണ്ടാവുക? x. ഓക്കെ, അപ്പൊ ഇത് 2x ആകുമ്പോൾ x. അതുപോലെ ആ ആർക്ക് എടുക്കും. ഓക്കെ, ഇതാണ് ആർക്ക്. BQD സെൻട്രൽ ആംഗിൾ 2y. ഈ ആർക്കിന്റെ ഇതിന്റെ ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത മുഴുവൻ ഇവിടുന്ന് ഇവിടം വരെയുണ്ട്. ഇവിടുന്ന് തുടങ്ങി സെന്ററിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് 2y ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ആൾട്ടർനേറ്റിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിന്റെ പകുതി y കിട്ടും. 2y പകുതി. ഇവിടുന്ന് തുടങ്ങി കേന്ദ്രത്തിലേക്ക് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ തുടങ്ങി അവിടെ തട്ടി ഇങ്ങോട്ട് വന്ന അതിന്റെ പകുതി 50 ഉണ്ടാവും. ദാ ഇവിടെ തുടങ്ങുക ഇങ്ങനെ വന്നു കണ്ടോ, A തട്ടിയിട്ട് ഇങ്ങനെ വന്നു. ദാ ഉണ്ടാവും 2y പകുതി പോയി. ഒന്നുകൂടെ പറയാം. ഇവിടുന്ന് തുടങ്ങുക, ഇതിലൂടെ വരിക, A തട്ടി ഈ വരട്ടോ, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ അത് മുഴുവൻ ഇത് മുഴുവൻ എത്ര ഉണ്ടാവും? y ആയിരിക്കും. ഏതാ അതിന്റെ പേര്? DAB y ആയിരിക്കും. ഏതാ 2y? BOD അല്ലെ? ആംഗിൾ BOD ഈക്വൽ ടു 2y ആണ്. ഇത് 2y ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ BAD അല്ലെ? അതുകൊണ്ട് ആംഗിൾ BAD എത്ര ഉണ്ടാവും? 2y യുടെ പകുതി എത്ര ഉണ്ടാകുക? അപ്പൊ അത് y ഇനി നിങ്ങൾ നോക്കും. ഇപ്പൊ നമുക്ക് പേര് കൊടുക്കാം M കേട്ടോ. ഇത് 90 ഡിഗ്രിയാണ്. അപ്പുറത്തൊക്കെ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ആണ്. AMD എന്ന ത്രികോണം കണ്ട നിങ്ങൾ. നമുക്ക് പ്രൂവ് ചെയ്യണ്ട, തെളിയിക്കേണ്ടത് 2x + 2y = 180 കേട്ടോ. AMD എന്ന ത്രികോണത്തിൽ നോക്കും. ഈ വരെ കുറച്ച് നേരത്തെ ഒന്ന് വായിക്കണം. ഇതാണ് y, ഇത് 90 ആണ്, ഇത് x1. ഇതൊരു വട്ടത്രികോണം തന്നെ, 90 ഡിഗ്രി ആണുള്ളത്. ഒരു വട്ടത്രികോണത്തിന് 3 കോണം കൂട്ടിയാൽ 190. ഒരു കോണത്തേക്ക് 90 അല്ലേ? അപ്പൊ ബാക്കി 2 കോണം കൂട്ടിയിട്ടുണ്ടാവും, മറ്റേ 90 ഉണ്ടാവും അല്ലെ? ഇത് 90. അപ്പൊ 2 കൂട്ടിയാൽ 90. ഏതൊക്കെ? ഏതാ വട്ടത്രികോണം? AMD. വട്ടത്രികോണം AMD. ഇൻ റൈറ്റ് ആംഗിൾ AMD. AMD എന്ന റൈറ്റ് ട്രയാംഗിൾ നോക്കും. ഇത് 90 ആണ്. അപ്പൊ എക്സും വൈയും കൂട്ടിയിട്ടുണ്ടാവും 180. ഒരു പകുതി 90 പെടും. അപ്പൊ ബാക്കി 90 വരണ്ടേ? ഏതൊക്കെയാണ്? എക്സും വൈയും കൂട്ടിയിട്ടുണ്ടാവും 90 ഡിഗ്രി. ഇനി നമുക്ക് അതല്ലേ തെളിയിക്കേണ്ടത്. നമുക്ക് ഇതല്ലേ കിട്ടണ്ടേ? ഈക്വൽ ടു 180 അല്ലേ? ഇവിടുത്തെ ആംഗിൾ അവിടുത്തെ ആംഗിൾ കൂട്ടിയാൽ 0 മാറ്റാം. നമ്മൾ തുടങ്ങാം. 2x + 2y എന്ത് കിട്ടണം? നമുക്ക് എന്താ കിട്ടേണ്ടത്? 180 കിട്ടണം കേട്ടോ. തുടങ്ങുന്നത് കിട്ടിയില്ല. 2x + 2y 2 പുറത്ത് എടുക്കുക. 2 × x + y 2 × x + y ഇത് കൂടെ 2x + 2y. അങ്ങനെ ഈ 2 × 8 x + y ന് പകരം x + y ക്ക് പകരം കൊടുക്കുക 90 ഡിഗ്രി എടുക്കുക. അപ്പൊ 2 × 90 എത്ര? 180 ഡിഗ്രി. എന്ത് കിട്ടി? 2x + 2y = 180. ഈ കോണും കൂട്ടിയാല് 180 ഡിഗ്രി. രണ്ട് ചാപങ്ങളുടെ കേന്ദ്രകോണുകൾ കൂട്ടിയാൽ 180 ആണുണ്ട് സെൻട്രൽ ആംഗിളിന്റെ സമയം. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാൾക്ക് ചേർന്നുണ്ടാവും ആ സർക്കിളിന്റെ പകുതിയാവും. ഓക്കെ, ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സർക്കിള് AC ഉണ്ട്, BD ഉണ്ട്. ആ രണ്ട് ആർക്കും ആ രണ്ട് കോഡുകളും നീട്ടി അവിടെ വരെ നീട്ടി P-യിൽ കൂട്ടി. ഈ രണ്ടെണ്ണം Qയിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓ സർക്കിളിന്റെ സെന്റർ AB എന്ന ഈ ഒരു ചാപമില്ലേ, ആർക്കില്ലേ? ഇത് AB എന്ന ചെറിയ ചാപം. ഇങ്ങനെ വന്നാലും AB കേട്ടോ. ഇതിലൂടെ A പോയി സിയിലൂടെ ഡിയിലൂടെ വന്നിട്ട് ബി, അപ്പോഴും AB ആണ് ചാപം. അങ്ങനെ പറയാം. AB എന്ന ചെറിയ ആർക്ക് സെൻട്രലിലാക്കുന്ന കോണാണ് ഇത്. മറ്റേ AB ഉണ്ടാക്കുന്ന കോൺ ഇങ്ങനെയാവുക. ഈ AB എന്ന ചെറിയ ആർക്ക് സെൻട്രലാക്കുന്ന ഈ കോണ് എന്നുള്ളത് ഇതേ AB P-യിലും ഇതേ AB Q-വിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണ് തെളിയിക്കുന്നത്.
ഈ കോണിണ്ടല്ലോ ഉണ്ടാക്കുന്ന കേന്ദ്ര കോണില്ലേ ഇത് എ ഒ ബി എന്ന ഈ കോണില്ലേ ഇത് എന്ന് പറഞ്ഞാൽ എയും ബിയും പി ഉണ്ടാക്കുന്ന കോണിന്റെയും എയും ബിയും എ ബി എന്ന ആർക്ക് ക്യൂവിലുണ്ടാക്കുന്ന കോണിന്റെയും തുകയാണ് എന്ന് തെളിയിക്കാം. അതായത് ഈ കോണും ചേർന്നാൽ ഇതാവും. ഈ ആംഗിളും കൂട്ടി എന്താവും ഈ ആംഗിൾ പി പ്ലസ് ഇതിന് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് കാരണം ഇവിടെയൊക്കെ ഒരുപാട് ആംഗിൾ ഉണ്ടായിരുന്നു. ഇതിന് എ ക്യൂ ബി എന്ന് പറയും. ഓക്കെ, അപ്പൊ ആംഗിൾ പിയും ആംഗിൾ എ ക്യൂ ബിയും ചേർന്നാൽ എന്താകും ആംഗിൾ എ ഒ ബി ആണ്. ആംഗിൾ എ ഒ ബി ഇതാണ് തെളിയിക്കുന്നത്. ഇതൊരു 30 ഡിഗ്രിയും ഇതൊരു 70 ഡിഗ്രിയും ഇതൊരു 100 ഡിഗ്രിയും നോക്കാം. 30ഉം 70ഉം കൂട്ടിയാൽ അല്ലെ. അതുപോലെ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണോ അത് ഈ കോണ് തുല്യമായിരുന്നു തെളിയിക്കും. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ആംഗിൾ പിയും ആംഗിൾ എ ക്യൂ ബിയും ചേർന്നാൽ ആംഗിൾ എ ഒ ബി ആകും എന്നാണ്. കേട്ടോ കിട്ടുന്നത്. നമ്മൾ തുടങ്ങണം. ഇതിനെ നമ്മൾ 2x ഏതാ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എ ഒ ബി എന്ന് കൊടുക്കുക 2x. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആയിരുന്നു 2x. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആൾട്ടർനേറ്റിലേക്ക് പോലെ ഇത് 2x ആണ്. അതിന്റെ പകുതി ഏതാ ഇവിടുന്ന് ഇങ്ങനെ വന്നതാ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 2x ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എത്ര ഇതാണോ എക്സ് ഇതാണോ എക്സ് അല്ല സർക്കിളോ തട്ടുണ്ട് ഇങ്ങനെ വന്ന് അങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് കണ്ട ഇതായിരിക്കും എക്സ്. അതുപോലെ വേറെ ഇവിടുന്ന് വന്ന് ആൾട്ടർനേറ്റ് തട്ടി ഇങ്ങോട്ട് ഇത് രണ്ടും എക്സ്. ഇത് പകുതി എടുക്കും. അത് സർക്കിൾ തട്ടിയിട്ടുണ്ട്. ഇത് എക്സ് ആകുമ്പോ ഈ രണ്ട് ആംഗിൾസും എക്സ്. ഏതൊക്കെയാണ് എ സി ബി. അപ്പോൾ ആംഗിൾ എ സി ബി എന്താ വരിക എക്സ് ആണ് വരിക. അതുപോലെ എ ഡി ബിയും എക്സ്. എ സി ബിയും എക്സ് ആണ്. എ ഡി ബിയും എക്സ്. ഇത് എക്സ് ആകുമ്പോൾ ഇതെന്തോ ഇത് മൊത്തം കൂട്ടിയാൽ 180 അല്ലേ. ഒരു രേഖീയ കോണാണ് അല്ലെ. ലീനിയർ പെയറാണ് രേഖീയ ജോഡിയാണ്. അപ്പൊ എത്ര ഉണ്ടാവും 180 മൈനസ് എക്സ്. അതുപോലെ അപ്പുറമുള്ള ആണ് ഇത് എക്സ് ആണ്. അപ്പൊ അത് മൊത്തം 180 ആണ്. അപ്പൊ ഇത് 180 മൈനസ് എക്സ്. ഏതൊക്കെയാണ് ഇനി വേണ്ട ക്യൂ ഡി പി അതോ ക്യൂ സി പി. അപ്പോൾ ആംഗിൾ ക്യൂ ഡി പി ഈക്വൽ ടു 180 മൈനസ് എക്സ്. ക്യൂ സി പി ഈക്വൽ ടു 180 മൈനസ് എക്സ്. അപ്പോ ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതും ചേർന്നാൽ ഇതാവുന്നു. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി ഈ ചതുർഭുജത്തിലേക്ക് നോക്കാം. കോർഡിനേറ്റ് സി ക്യൂ ഡി പി. ചതുർഭുജം ഏതാണ് ചതുർഭുജം സി ക്യൂ ഡി പി. ഇത് നോക്കാം. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അതിന്റെ 4 ആംഗിളും കൂട്ടും. ഒരു കോർഡിനേറ്റിന്റെ ചതുർഭുജത്തിന്റെ 4 കോണും കൂട്ടിയാൽ 360 ഡിഗ്രി അല്ലേ. 1 2 3 4 എന്തൊക്കെയാണ് 1 2 3 4 അത് കൂട്ടത്തിലെന്താ 360. ഇതിനെ ആംഗിൾ പി എന്ന് വിളിക്കാം. ഇതിനെ 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ്. ഇതിനെങ്ങനെ ക്യൂ എന്ന് വിളിക്കണ്ട കാരണം അവിടെ ഇതിന് നമുക്ക് സി ക്യൂ ഡി അല്ലെ. അപ്പൊ ഇതും കൂട്ടി എത്ര വരിക 360. പിന്നെ രണ്ട് 180 മൈനസ് എക്സുകൾ ഉണ്ട് അല്ലെ. 180 മൈനസ് എക്സ്. പിന്നെ ഏതാ ഇതും ഇതാണ് സി ക്യൂ ഡി. ആംഗിൾ സി ക്യൂ ഡി. ഇത്രയും ചേർന്നെന്താവും 360 അല്ലെ. പി അതുപോലെ 180 കൂടെ നമുക്ക് 360 തരാം. ഓക്കെ. മൈനസ് എക്സും പ്ലസ് എക്സും ആണ് വട്ട. അത് രണ്ടും മൈനസ് എക്സ് ആണ്. അതുകൊണ്ട് മൈനസ് 2x. പിന്നെ ആംഗിൾ സി ക്യൂ ഡി ഈക്വൽ ടു 360. ഈ 360 ആ 360 കൊടുത്തു. കാരണം ഇത് രണ്ടും പോസിറ്റീവ് ആണ്. രണ്ട് സൈഡ് ഈ പ്ലസ് 360 അങ്ങോട്ട് പോയേക്കാം മൈനസ് 360. അപ്പൊ പൊട്ടിപ്പോലെ. ഇനി മൈനസ് 2x അങ്ങോട്ട് പോകും. ഇവിടെ നിന്നുണ്ടല്ലോ ആംഗിൾ പി പ്ലസ് ആംഗിൾ സി ക്യൂ ഡി ഈക്വൽ ടു ഇതോടെ ഈ മൈനസ് 2x കൊണ്ടുപോകുമ്പോ 2x. ഓക്കെ. ആംഗിൾ പി പ്ലസ് ആംഗിൾ സി ക്യൂ ഡി ഈക്വൽ ടു 2x. പി അതുപോലെ സി ക്യൂ ഡി ഇതല്ലേ. ഇത് രണ്ടും സെയിം അല്ലേ. എതിർ കോണുകളല്ലേ. രണ്ട് വരകൾ കൂട്ടിമുട്ടമായി ഈ രണ്ട് കോണും തുല്യവും. ഇത് രണ്ടും തുല്യല്ലേ. അപ്പൊ സി ക്യൂ ഡിക്ക് പകരം എ ക്യൂ ബി എന്ന് പറഞ്ഞോടെ സി ക്യൂ ഡി തന്നെയല്ലേ എ ക്യൂ ബി. ഇത് രണ്ടും സെയിം അല്ലേ. സി ക്യൂ ഡി തന്നെയാണ് എ ക്യൂ ബി. അപ്പൊ ഇതിന് പകരം ആണെങ്കിൽ എ ക്യൂ ബി എന്ന് 2x ആണ്. 2x ന് പകരം നമുക്ക് എന്താ എ ഒ ബി എന്ന് പറയാം.
ആംഗിൾ എ ഒ ബി എന്ന് പറയും. അപ്പൊ എന്ത് കിട്ടി? ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ഇത് സമം സി എ ക്യൂ ബിയും പിയും എ ക്യൂ ബി പ്ലസ് ആംഗിൾ പി ഇത് എ പ്ലസ് ഇത് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയ സെഷനിൽ പുതിയ ക്വസ്റ്റ്യനുമായി പുതിയ കൺസെപ്റ്റുമായി തിരിച്ചു വരും. ഓക്കെ.